ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കോളിഫ്ലവർ കുറുമയാണ്. അതിന് നമുക്ക് കോളിഫ്ലവർ ആദ്യം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ജാറെടുത്ത് അതിൽ ഒരു തുണ്ട് ഇഞ്ചി, 3 വെളുത്തുള്ളി, 4 കുഞ്ഞുള്ളി, ഒരു തക്കാളി ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. കോളിഫ്ലവർ എടുത്ത് കുക്കറിൽ നമുക്കിടാം. അതിനോടൊപ്പം 2 ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വിസിലടിക്കാൻ വയ്ക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വന്നതിന് ശേഷം നമുക്കൊരു ചീൻചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ജീരകം, പിന്നെ വലിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വണക്കുക. നന്നായിട്ട് വഴറ്റുക. കുറച്ച് നേരം നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്നാകും കേട്ടോ. എന്നിട്ട് അതിനെ നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ആക്കിയത് അതിലോട്ട് ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക, വഴറ്റുക. ഓക്കെ, കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഞാനൊക്കെ ഓരോരോ സ്പൂണാണ് കേട്ടോ ഇടുന്നത്. 1 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അരച്ച് വെച്ചതിൽ കുറച്ച് ജാറിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിലൊഴിച്ച് വീണ്ടും മൂടി വെച്ച് നമ്മൾ വേവിച്ച കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടി ഉള്ളത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. ഞാൻ പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് അരച്ചിട്ട് അതിലൊഴിച്ചിട്ടുണ്ട്. അധികം വേണ്ട, ഒരു 3 കഷ്ണം 4 കഷ്ണം കട്ട് ചെയ്തിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ എല്ലാ മസാലയും അതിൽ പിടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ദോശ